വെൽക്കം ടു ആഷൻ ലിറ്ററേച്ചർ. ആൻ ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയി ഡിസ്കസ് ചെയ്തു. അതിൻ്റെ നോട്ട്സും തീംസും ഒക്കെ നമ്മൾ കഴിഞ്ഞല്ലേ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നോക്കാം. ഈ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ആൻസേഴ്സ് എഴുതാൻ നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദി ഓൾഡ് മാൻസ് റോൾ ഇൻ ദ സ്റ്റോറി? ഈ സ്റ്റോറിയിൽ ഈ ഓൾഡ് മാൻ്റെ റോൾ എന്താണ്? നമുക്ക് എന്തെഴുതാം? ദ ഓൾഡ് മാൻ റെപ്രസെൻറ്റ്സ് മിസ്റ്ററി ആൻഡ് അൺനോൺ. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ദുരൂഹത. അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും ക്ലിയറായി നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. ഏഞ്ചലാണ് എന്നൊക്കെ നെയ്ബേഴ്സ് പറയുന്നുണ്ടല്ലേ തമ്മിലൊക്കെ, പക്ഷെ നമുക്ക് വ്യക്തമായ ഒരു ഉത്തരം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ മിസ്റ്ററി, ദുരൂഹതയും അൺനോൺ, അറിയപ്പെടാത്തതിനെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒന്നായിട്ടാണ് ഇവിടെ ഓൾഡ് മാനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഹി ചാലഞ്ചസ് പീപ്പിൾസ് ബിലീവ്സ് ആൻഡ് ബിഹേവിയർ. ആളുകളുടെ വിശ്വാസത്തെയും അവരുടെ പെരുമാറ്റത്തെയും ഒക്കെ അദ്ദേഹം ചാലഞ്ച് ചെയ്യുന്നതായിട്ട് കാണാം. ഹിസ് റോൾ ഷോസ് ഹൗ പീപ്പിൾ ഓഫൻ ഫിയർ ഓർ എക്സ്പ്ലോയിറ്റ് വാട്ട് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. മനുഷ്യന് പൊതുവെ മനസ്സിലാകാത്ത എന്തിനേയും പേടിക്കുകയോ അല്ലെങ്കിൽ അതിനെ ചൂഷണം ചെയ്യുകയോ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് അല്ലേ മനുഷ്യനെ. അതുതന്നെയാണ് ഇവിടെ നമ്മുടെ ഓൾഡ് മാൻ്റെ റോൾ റെപ്രസെൻ്റ് ചെയ്യുന്നതും. അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. ഹൗ ഡസ് ഹിസ് പ്രസൻസ് എഫക്റ്റ് പെലായോസ് ഫാമിലി? ഈ ഓൾഡ് മാൻ്റെ സാന്നിധ്യം എങ്ങനെയാണ് പെലായോയുടെ ഫാമിലിയെ ബാധിച്ചത്? എങ്ങനെയാണ്? അറ്റ് ഫസ്റ്റ്, ആദ്യം പെലായോസ് ഫാമിലി സ്കേർഡ് ഓഫ് ദ ഓൾഡ് മാൻ. ഈ ഓൾഡ് മാനെ കണ്ടിട്ട് അവരെല്ലാം ഭയക്കുകയാണ് ചെയ്തത്. എന്നാൽ പിന്നീടോ, ദേ ലേറ്റർ യൂസ് ഹിം ടു ഏൺ മണി ആൻഡ് ബിക്കം വെൽത്തി. പിന്നീട് ഈ ഓൾഡ് മാനെ വെച്ചിട്ട് പണം ഉണ്ടാക്കുകയും അങ്ങനെ സമ്പന്നരായി മാറുകയുമാണ് ചെയ്യുന്നത്. ഈവൻ ദോ ഹീ ഹെൽപ്സ് ദം, ദേ നെവർ ട്രീറ്റ് ഹിം വിത്ത് റിയൽ കെയർ. ഈ ഓൾഡ് മാൻ എല്ലാ രീതിയിലും ഈ പെലായോയുടെ ഫാമിലിനെ സഹായിച്ചിട്ട് മാത്രമേ ഉള്ളൂ എങ്കിലും അവർ ഒരിക്കലും ഈ ഓൾഡ് മാനിന് യഥാർത്ഥ കെയർ കൊടുത്തിട്ടില്ല. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മെൻഷൻ എനി 2 traits ഓഫ് ദ ഓൾഡ് മാൻ ദാറ്റ് ഇംപ്രസ് യു. അദ്ദേഹത്തിന് എന്ത് സ്വഭാവ സവിശേഷത അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് പ്രത്യേകതയാണ് നിങ്ങളെ ആകർഷിച്ചത്? ഒന്ന് നമുക്ക് എഴുതാം, അദ്ദേഹത്തിൻ്റെ പേഷ്യൻസ് അല്ലേ. ആരൊക്കെ എന്തൊക്കെ ഉപദ്രവിച്ചിട്ടും അയാൾ ഒരു രീതിയിലും തിരിച്ചൊന്നും പറയുന്നില്ല, ചെയ്യുന്നില്ല, നമ്മൾ കാണുന്നുണ്ടല്ലേ. ദ ഓൾഡ് മാൻ ഈസ് പേഷ്യൻറ്റ് ആൻഡ് നെവർ കംപ്ലെയിൻസ് ഈവൻ വെൻ മിസ്ട്രീറ്റഡ്. മോശമായ രീതിയിൽ അദ്ദേഹത്തോട് പെരുമാറിയിട്ട് പോലും അദ്ദേഹം ആരോടും ഒരു പരാതിയും പറയുന്നില്ല. രണ്ടാമതായി നമുക്ക് എന്തെഴുതാം? ഹി ഹാസ് എ മാജിക്കൽ പ്രസൻസ് ദാറ്റ് ഡ്രോസ് അറ്റൻഷൻ. അദ്ദേഹത്തിന് എന്തോ ഒരു മാജിക്കലായ എന്തോ ഒരു കാര്യമുണ്ടല്ലേ, അതുകൊണ്ടാണ് ആളുകളെല്ലാം അദ്ദേഹത്തിലേക്ക് ആകർഷ്ടനായത്. കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തും കൂടി എഴുതാം. ഹിസ് ക്വൈറ്റ് സ്ട്രെങ്ത് ഇൻ ഫേസിങ് പെയിൻ അല്ലേ. അദ്ദേഹത്തിന് പല രീതിയിലുള്ള അസുഖം വരുന്നുണ്ട്, വളരെ മോശമായ കാലാവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നുണ്ട്, എങ്കിലും അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് വളരെ സ്ട്രെങ്തോടുകൂടി അതിനെയൊക്കെ അതിജീവിക്കുന്നുണ്ട്. അതും നമുക്ക് വേണമെങ്കിൽ ഒരു ട്രൈറ്റ് ആയിട്ട് എഴുതാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് എലമെൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ഡു യു കൺസിഡർ മാജിക്കൽ? വൈ? ഈ സ്റ്റോറിയിൽ മാജിക്കലായി നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? അതിൽ നമുക്ക് ആദ്യം എഴുതാൻ പറ്റുന്ന കാര്യം എന്തുകൊണ്ടും എന്ത് തന്നെയാണ്? ദ ഓൾഡ് മാൻസ് എനോമസ് വിങ്സ് ആർ മാജിക്കൽ. കാരണം എന്താ? ബിക്കോസ് ദേ ഡോണ്ട് ബിലോങ് ടു എ നോർമൽ ഹ്യൂമൻ. ഒരു സാധാരണ മനുഷ്യനിൽ നമുക്ക് ഇതുപോലെ വലിയ ചിറകുകൾ കാണാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ അതൊരു മാജിക്കൽ എലമെൻ്റ് ആണ്. രണ്ടാമത്തേത് എന്ത് പറയാം? ദ വുമൻ ഹു ടേൺഡ് ഇൻ ടു എ സ്പൈഡർ ഈസ് ഓൾസോ എ മാജിക്കൽ ആൻഡ് സ്ട്രേഞ്ച് ഇവൻ്റ് അല്ലേ. ഒരു സാധാരണ മനുഷ്യ സ്ത്രീ ഒരു ചിലന്തിയായി മാറിയെന്ന് പറയുന്നത് തീർച്ചയായും ഒരു മാജിക്കലായ കാര്യം തന്നെയാണ്. അടുത്തത് എന്താണ്? ഡിസ്ക്രൈബ് ദ ഓൾഡ് മാൻസ് ഫസ്റ്റ് ക്ലംസി അറ്റംപ്റ്റ്സ് അറ്റ് ഫ്ലൈറ്റ്. ആദ്യമായിട്ട് നമ്മുടെ ഓൾഡ് മാൻ പറക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ നടന്ന കൺഫ്യൂഷൻസോ എന്തൊക്കെയായിരുന്നു? എങ്ങനെയായിരുന്നു ആദ്യത്തെ പറക്കൽ ഉണ്ടായിരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എന്തെഴുതാം? ദ ഓൾഡ് മാൻസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഈസ് സ്ലോ ആൻഡ് ക്ലംസി. വളരെ പതുക്കെയാണ് ശ്രമിച്ചത് അല്ലേ, ഒറ്റയടിക്ക് അങ്ങ് പറന്നു പോവുകയാണോ ചെയ്തത്? അല്ല. രണ്ടാമത്തേത് ക്ലംസി ആയിരുന്നു. എന്ന് വെച്ചാൽ എന്താ? വളരെ പ്ലാനിങ്ങോടെ ഒന്നും നടന്നതല്ല, വളരെ കൺഫ്യൂഷൻ നിറഞ്ഞതായിരുന്നു. ഹി ബംസ് ഇൻ ടു പോസ്റ്റ് ആസ് ഹി ട്രൈസ് ടു ലിഫ്റ്റ് ഓഫ് സ്ട്രഗ്ലിംഗ് ടു ഫ്ലൈ. പറക്കാനായി ശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന പോസ്റ്റുകളിലേക്കൊക്കെ പോയി ഇടിച്ചു എന്ന് പറയുന്നുണ്ട്. അവസാനമോ? സ്റ്റിൽ, എങ്കിലും ഹി മാനേജസ് ടു റൈസ് ഇൻ ടു ദ സ്കൈ ആൻഡ് ഡിസപ്പിയർ ടുവേർഡ്സ് ദ സീ. അവസാനം അദ്ദേഹം പറന്ന് ഉയരുകയാണ് ചെയ്തത് ആകാശത്തിലേക്ക്. അതാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ്. വാട്ട് ഹാപ്പൻസ് ടു ദ ഓൾഡ് മാൻസ് പോപ്പുലാരിറ്റി ഇൻ ദ കോഴ്സ് ഓഫ് ടൈം? ആദ്യം അദ്ദേഹം വളരെ പോപ്പുലർ ആണ് എന്ന് പറഞ്ഞല്ലേ, എന്നാൽ പിന്നീട് കാലക്രമേണ അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്ക് എന്ത് സംഭവിച്ചു എന്നാണ് ക്വസ്റ്റ്യൻ. അറ്റ് ഫസ്റ്റ്, ആദ്യം ദ ഓൾഡ് മാൻ ഇസ് വെരി പോപ്പുലർ ആൻഡ് ക്രൗഡ്സ് കം ടു സീ ഹിം. ആദ്യം ആ ഓൾഡ് മാൻ വളരെ പ്രശസ്തനായിരുന്നു, ജനക്കൂട്ടം മുഴുവൻ അദ്ദേഹത്തെ കാണാനായി വന്നിരുന്നു. ഓവർ ടൈം, എന്നാൽ പിന്നീട് പീപ്പിൾ ലൂസ് ഇൻട്രസ്റ്റ് ആൻഡ് സ്റ്റോപ്പ് വിസിറ്റിംഗ്. ആളുകൾക്ക് ഇദ്ദേഹത്തോടുള്ള ഇൻട്രസ്റ്റ് കുറയുകയും പിന്നീട് വരാതെ ആവുകയും ചെയ്തു. ഹിസ് പോപ്പുലാരിറ്റി ഫെയ്ഡ്സ്
ആസ് സംതിങ് ന്യൂവർ ആൻഡ് സ്ട്രേഞ്ചർ അപ്പിയേഴ്സ്. എപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി, ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തി മങ്ങാൻ തുടങ്ങിയത്, ഫെയ്ഡാവാൻ തുടങ്ങിയത്? ഇദ്ദേഹത്തെക്കാൾ പുതിയ അല്ലെങ്കിൽ ഇദ്ദേഹത്തെക്കാൾ സ്ട്രേഞ്ചായ മറ്റെന്തോ ഒന്ന് വന്നപ്പോഴാണ് അല്ലേ? എന്തായിരുന്നു അത്? യെസ്, സ്പൈഡർ വുമൺ ആയിരുന്നു. അപ്പോൾ ആളുകൾ എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ ഉപേക്ഷിച്ച് സ്പൈഡർ വുമൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. അടുത്തത്, പിക്ക് ഔട്ട് ഇൻസ്റ്റൻസസ് ഫ്രം ദ ഫോളോയിങ് ഫ്രം ദ സ്റ്റോറി. ആദ്യത്തേത് ഇമേജറി. ഇമേജറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിൻറ്റിങ് വിത്ത് വേർഡ്സ് എന്ന് നമുക്ക് പറയാം. വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുക. ചില വാക്കുകൾ എഴുതിയിരിക്കുന്ന കണ്ടാൽ നമ്മളത് ശരിക്കും കണ്ടതുപോലെ, അല്ലെങ്കിൽ നമ്മളത് തൊട്ടതുപോലെ, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നമ്മൾ അറിഞ്ഞതുപോലെ നമുക്ക് തോന്നും അല്ലേ? അങ്ങനെയുള്ള ഫ്രേസുകളെ അല്ലെങ്കിൽ വാക്കുകളെയൊക്കെയാണ് നമ്മൾ ഇമേജറി എന്ന് പറയുക. അപ്പോൾ എനോമസ് വിങ്സ് എന്ന് പറയുമ്പോൾ തന്നെ ആ വിങ്സിൻ്റെ വലിപ്പം ആ വാക്കുകളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും അല്ലേ? ഓൾറെഡി അവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ എഴുതാവുന്ന ഒന്നാണ് വീക്ക് ലൈറ്റ്. വീക്ക് ലൈറ്റ് എന്ന് വായിക്കുമ്പോൾ തന്നെ വളരെ ഡള്ളായ വെളിച്ചമാണ് അവിടെ എന്ന് ഒന്ന് വരച്ച് കാണിക്കുന്നത് പോലെ തോന്നും അല്ലേ? വീക്ക് ലൈറ്റ്. മറ്റൊന്നാണ് ബാൾഡ് സ്കൾ. ബാൾഡ് സ്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തലയോട്ടി ബാൾഡാണ്, ഒന്നുമില്ല, മുടിയൊന്നുമില്ല. അപ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അയാളുടെ ഒരു രൂപം നമ്മുടെ മനസ്സിലേക്ക് വരും അല്ലേ? അയാൾ വളരെ ഏജ്ഡ് ആയ ഒരു മനുഷ്യനാണ് എന്ന് ആ വാക്കുകളിൽ കൂടി തന്നെ നമുക്ക് വരച്ച് കാണിക്കാൻ കഴിയും. മറ്റൊന്നാണ് ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലഗ്ഡ് വിങ്സ്. അതിൽ കൂടെ തന്നെ ആ വിങ്സ് ഇപ്പോൾ എങ്ങനെയാണ് ഉള്ളത് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് തിരിക്കും. ഒരു ബന്ധവുമില്ലാത്ത രണ്ട് വസ്തുക്കളെ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് സിമിലി. ഹീ ഈസ് ലൈക്ക് എ ലയൺ. അവനൊരു സിംഹത്തെ പോലെയാണ്. ആസ് ബിസി ആസ് എ ബീ. ഒരു തേനീച്ചയെ പോലെ ബിസി ആയിരിക്കുക. ആസ് ക്ലിയർ ആസ് എ ക്രിസ്റ്റൽ. ഒരു ക്രിസ്റ്റൽ പോലെ ക്ലിയർ ആയത്. ഹീ ഈസ് ഇന്നസെൻറ്റ് ലൈക്ക് എ പീജിയൻ. ഒരു പ്രാവിനെ പോലെ ഇന്നസെൻ്റ് ആയത്. മനസ്സിലായോ? അവിടെ നമ്മൾ ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്ന വാക്കായിരിക്കും പൊതുവെ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഈ ഷോർട്ട് സ്റ്റോറിയിൽ നിന്ന് എന്തൊക്കെ കണ്ടെത്താം? ഓൾറെഡി ഒന്ന് ഇവിടെ തന്നിട്ടുണ്ട്, ലൈക്ക് എ റാഗ് പിക്കർ. പിന്നെ എന്താ നമുക്ക് ലൈക്ക് വെച്ച് തുടങ്ങിയത്? ലൈക്ക് എ സെനൈൽ വൾച്ചർ. പ്രായമായ ഒരു കഴുകനെ പോലെ എന്ന് പറയുന്നുണ്ടല്ലേ. പിന്നീടോ ആസ് ഇഫ് ഹി വർ എ സ്ട്രേ ഡോഗ്. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു പട്ടിയെ പോലെ. ആസ് എന്ന വാക്കുള്ളത് കൊണ്ട് നമുക്ക് അതും ഉപയോഗിക്കാം. പിന്നെയോ ലൈക്ക് എ സർക്കസ് ആനിമൽ. അവിടെയും ലൈക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കതൊരു സിമിലിക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാം. പിന്നീടാണ് മാജിക്കൽ എലമെൻറ്റ്സ്. മാജിക്കൽ എലമെൻറ്റ്സ് എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ മാജിക്കലായി ഇവിടെ തോന്നുന്ന കാര്യങ്ങൾ, ഒന്ന് വിങ്സ് അല്ലേ, മനുഷ്യനിൽ മുളച്ചു വന്ന ചിറക്, അതൊന്ന് മാജിക്കലാണ്. അതിവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. രണ്ടാമത്തെ എന്താ എഴുതാം? ദ വുമൻ ഹു ടേൺഡ് ഇൻ ടു എ സ്പൈഡർ. സ്പൈഡറായി മാറിയ സ്ത്രീ ഒരു മാജിക്കൽ എലമെൻ്റ് ആണ്. ദ ഓൾഡ് മാൻ സർവൈവിങ് സ്റ്റോംസ് ആൻഡ് ഇൽനെസ്. അത്രേ തളർന്നിരിക്കുന്ന മനുഷ്യൻ അല്ലേ, ഏത് നിമിഷവും മരണപ്പെടുമെന്ന് വിചാരിച്ചിരുന്ന മനുഷ്യൻ ആ എല്ലാ അസുഖങ്ങളെയും എല്ലാ കാലാവസ്ഥകളെയും തരണം ചെയ്ത് കൂടുതൽ ആരോഗ്യവാനാവുകയാണ് ചെയ്തത്. അതും അവിടെ ഒരു മാജിക്കൽ എലമെൻ്റ് ആണ്. അത്ഭുതം നിറഞ്ഞൊരു കാര്യമാണ് അല്ലേ. പിന്നെ എന്തെഴുതാം? ഹിസ് ഫൈനൽ ഫ്ലൈറ്റ് ഇൻ ടു ദ സ്കൈ. പ്രായമായ ഒരു മനുഷ്യൻ ചിറകടിച്ച് ആകാശത്തിലേക്ക് പറന്നുയർന്നു എന്നുള്ളതും വളരെ മാജിക്കലായ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അതും എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഓൾഡ് മാൻ ഫൈനലി മാനേജസ് ടു ഫ്ലൈ അവേ. അവസാനം നമ്മുടെ ഓൾഡ് മാൻ പറന്നുയർന്നു. എലിസന്ത വാച്ചസ് ഹിം ടിൽ ഹി ഡിസപ്പിയേഴ്സ്. അദ്ദേഹം ഡിസപ്പിയർ ആകുന്നത് വരെ എലിസന്ത അദ്ദേഹത്തെ നോക്കി നിന്നെന്ന് പറയുന്നുണ്ട് അല്ലേ. യു മേ ഡിസ്കസ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് അറ്റംപ്റ്റ് ഓൾട്ടർനേറ്റീവ് എൻഡിങ്സ് ടു ദ സ്റ്റോറി. എലിസന്ത നോക്കി നിൽക്കെ ഓൾഡ് മാൻ ഡിസപ്പിയർ ആകുന്നു എന്നാണ് നമ്മുടെ ഷോർട്ട് സ്റ്റോറിയുടെ എൻഡിങ് അല്ലേ. എന്നാൽ അതല്ലാതെ മറ്റൊരു എൻഡിങ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ? നിങ്ങൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് ഇതിന് മറ്റൊരു എൻഡിങ് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഒരു എൻഡിങ് നോക്കാം. ജസ്റ്റ് ആസ് ദ ഓൾഡ് മാൻ ബിഗിൻസ് ടു ഫ്ലൈ അവേ എലിസന്ത റൺസ് ആഫ്റ്റർ ഹിം ആൻഡ് കോൾസ് ഔട്ട്. നമ്മുടെ ഓൾഡ് മാൻ ഇങ്ങനെ പറന്ന് പോയപ്പോൾ പെട്ടെന്ന് എലിസന്ത ഓടിച്ചെന്ന് അദ്ദേഹത്തെ ഇങ്ങനെ വിളിച്ചു. ഹി പോസസ് മിഡ് എയർ ആൻഡ് സ്ലോലി റിട്ടേൺസ്. അങ്ങനെ പകുതി വഴിയിൽ വെച്ച് അദ്ദേഹം അവിടെ നിന്ന് പതിയെ അയാൾ തിരികെ വന്നു. ലാൻഡിങ് ജെന്റ്ലി ഇൻ ദെയർ യാർഡ്. പതിയെ അവരുടെ പറമ്പിൽ അയാൾ ഇങ്ങനെ വന്ന് ലാൻഡ് ചെയ്തു. പെലായോ ആൻഡ് എലിസന്ത ഡിസൈഡ് ടു കെയർ ഫോർ ഹിം ആൻഡ് കൈൻഡ്നെസ് ദിസ് ടൈം. അപ്പോൾ അവരെന്ത് വിചാരിച്ചു? പെലായോ എലിസന്തയും എന്ത് തീരുമാനിച്ചു? ഇപ്രാവശ്യം ഇദ്ദേഹത്തെ വളരെ ദയയോടെ തന്നെ നമ്മൾ നോക്കാൻ പോവുകയാണ്. As they do, the old man slowly grows stronger and the villagers begin to respect him. പതിയെ ഈ ഓൾഡ് മാൻ എന്ത് ചെയ്തു? നല്ല സ്ട്രോങ്ങറായി മാറി. വില്ലേജേഴ്സ് എല്ലാം അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങി. വൺ മോർണിംഗ്, ഒരു ദിവസം രാവിലെ, ഹി ഫ്ലൈസ് അവേ വിത്ത് ഈസ്. ഒരു തടസ്സവുമില്ലാതെ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്തു? അയാൾ പറന്നുയർന്നു. ബട്ട് ദിസ് ടൈം വിത്ത് എ ബ്ലെസ്സിങ് ലെഫ്റ്റ് ബിഹൈൻഡ്. പക്ഷേ ഈ സമയം അദ്ദേഹം എന്തോ ഒരു അനുഗ്രഹം കൂടി ബാക്കി വെച്ചിട്ടാണ് കേട്ടോ പറന്നുപോയത്. എന്താണത്? ദെയർ ചൈൽഡ് നൗ ഹാസ് സ്മോൾ ഡെലിക്കേറ്റ് വിങ്സ് ഗ്രോയിങ് ഓൺ ഹിസ് ബാക്ക്. അവരുടെ ആ കുഞ്ഞില്ലേ, സുഖമില്ലാതിരുന്ന ആ കുഞ്ഞിൻ്റെ പിറകിൽ 2 കുഞ്ഞു ചിറകുകൾ മുളച്ച് വന്നിരിക്കുന്നു. അങ്ങനെ നമുക്ക് വ്യത്യസ്തമായൊരു എൻഡിങ് ഈ സ്റ്റോറിക്ക് എഴുതാം. ഇനി അതല്ല, ഒരു നെഗറ്റീവായ എൻഡിങ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും എഴുതാം കേട്ടോ. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം.
ആസ് ഓൾഡ് മാൻ ഫ്ലൈസ് അവേ, അങ്ങനെ നമ്മുടെ ഓൾഡ് മാൻ പറന്നുയർന്നപ്പോൾ a violent storm suddenly rolls in, shaking the village. വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. നമ്മുടെ ഈ വില്ലേജിനെ തന്നെ ഒന്ന് പിടിച്ചു കുലുക്കിയ തരത്തിലുള്ള ഒരു കൊടുങ്കാറ്റ്. The townspeople panic, thinking it's a punishment for how they treated him. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം ആകെ പരിഭ്രാന്തരായി. അവർ ഈ ഏഞ്ചലിനോട് വളരെ മോശമായി പെരുമാറിയതിൻ്റെ ഒരു ശിക്ഷയാണ് ഇത് എന്ന് അവർ വിചാരിച്ചു. സ്ട്രേഞ്ച് ക്രീച്ചേഴ്സ് ബിഗിൻ ടു അപ്പിയർ നിയർ ദ ഷോർ ആൻഡ് ഫിയർ സ്പ്രെഡ്സ്. വളരെ സ്ട്രേഞ്ചായ ജീവികൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. എല്ലായിടത്തേക്കും ഭയം പടർന്നു. എലിസബത്ത് realizes the old man may not have been an angel or a man, but something far older and more powerful. അപ്പോൾ എലിസബത്തയ്ക്ക് മനസ്സിലായി, ഇദ്ദേഹം ഒരു ഏഞ്ചലും അല്ല, ഒരു മനുഷ്യനുമല്ല, എന്നാൽ ഇതിനേക്കാളൊക്കെ ശക്തമായ എന്തോ ആയിരുന്നു ആ ഓൾഡ് മാൻ എന്ന് എലിസബത്തയ്ക്ക് മനസ്സിലാകാനായി തുടങ്ങി. ദ വില്ലേജ് ഈസ് നെവർ ദ സെയിം അഗെയിൻ. ആ വില്ലേജ് പിന്നീട് ഒരിക്കലും പഴയതുപോലെ ആയിട്ടില്ല. അവരുടെ ആ പെരുമാറ്റത്തിനുള്ള ശിക്ഷ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിൽ നമുക്ക് കഥ അവസാനിപ്പിക്കാം കേട്ടോ. Who suffers the most in the story? What does the story tell us about the need for compassion? ഈ സ്റ്റോറിയിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് അല്ലെ സഹിച്ചത് ആരാണ്? The old man suffers the most in the story അല്ലേ? He is treated like an animal and kept in a dirty coop. ഒരു മൃഗത്തെ പോലെയാണ് ആളുകൾ അദ്ദേഹത്തെ കണ്ടത്. കൂടാതെ വളരെ വൃത്തിഹീനമായ ഒരു കോഴിക്കൂട്ടിലാണ് അയാളെ അടച്ചിട്ടത്. വാട്ട് ഡസ് ദ സ്റ്റോറി ടെൽ അസ് അബൌട്ട് ദ നീഡ് ഫോർ കമ്പാഷൻ? കരുണയുടെ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെയൊക്കെ അത്യാവശ്യകതയെക്കുറിച്ച് എന്താണ് ഈ കഥ നമ്മളോട് പറയുന്നത്? ദ സ്റ്റോറി റിമൈൻഡ്സ് അസ് ടു ബി കൈൻഡ് ടു ദോസ് ഹു ആർ വീക്ക് ഓർ ഡിഫറെൻറ്റ്. തളർന്നിരിക്കുന്ന അല്ലെങ്കിൽ വ്യത്യസ്തരായ ആളുകളോട് കരുണ കാണിക്കണം, അല്ലെങ്കിൽ അവരോട് ദയ കാണിക്കണം എന്നാണ് ഈ സ്റ്റോറി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കമ്പാഷൻ ഹെൽപ്പ് അസ് സീ ദ ഡിഗ്നിറ്റി ഇൻ എവ്രി ബീങ്. എല്ലാ മനുഷ്യരെയും ഗൗരവത്തോടെ കാണുക, എല്ലാ ആളുകളെയും റെസ്പെക്റ്റോടെ കാണണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്ത് വേണം? കരുണ, അനുകമ്പ, കമ്പാഷൻ ഉണ്ടായിരിക്കണം. ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസേഴ്സ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ എക്സസൈസുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.